ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ്സിലെ സോഷ്യലിലെ 6ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന് പറയുന്ന ഒരു SCRT ചാപ്റ്റർ നോക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് മത്സര പരീക്ഷകൾ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും ഭൗമോപരിതല സവിശേഷതകളെ ഭൂപടങ്ങൾ ചിത്രീകരിക്കുന്നതിനും തുടർന്ന് വിശകലനം ചെയ്യുന്നതിനും സംബന്ധിച്ചുള്ള വസ്തുതകൾ നിങ്ങൾ ഇതിനോടൊപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലുണ്ടായ വളർച്ച, വിവരങ്ങളുടെ ശേഖരണം, ഭൂപടങ്ങൾ തയ്യാറാക്കൽ, തുടർന്നുള്ള വിശകലനം എന്നിവ കൂടുതൽ അനായാസവും കാര്യക്ഷമവുമാക്കി. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണവും വിവര വിശകലനത്തിനുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗവും ഇങ്ങനെയാണ് ഭൂമിശാസ്ത്ര പഠനത്തെ കൂടുതൽ മനുഷ്യസ്പർശിയാക്കുന്നതെന്ന് ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ നമുക്കൊരു കമ്പ്യൂട്ടറുണ്ട്, കമ്പ്യൂട്ടറിലെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് വിദൂര സംവേദനം അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നോക്കുന്നത്. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ഛായാഗ്രഹണം കണ്ടെത്തിയതോടെ വിവരശേഖരണ രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമായി. അപ്പോൾ റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ വിദൂര സംവേദനം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ നോക്കുന്നത്. 19ാം നൂറ്റാണ്ടിൽ ഛായാഗ്രഹണം കണ്ടെത്തിയതോടുകൂടി വിവരശേഖരണ രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമായി. തുടർന്ന് ബലൂണുകളിലും വിമാനങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ച് ഉയർന്ന തലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. 1960-ലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത്. അപ്പോൾ 1960-ലാണ് ഈ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വിവരശേഖരണം നടക്കുന്നത്. ക്യാമറകളോടൊപ്പം വിവരശേഖരണത്തിനായി വിവിധ തരം സ്കാനറുകളും ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്രകാരം ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. അപ്പോൾ എന്താ അവിടെ പറയുന്നത്, ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. അപ്പോൾ എന്താണ് റിമോട്ട് സെൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്രകാരം എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക, ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം അല്ലെങ്കിൽ റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നോക്ക്, വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ അല്ലെങ്കിൽ സെൻസേഴ്സ്. സെൻസേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സംവേദകങ്ങൾ അല്ലെങ്കിൽ സെൻസേഴ്സ് എന്ന് പറയുന്നു. ക്യാമറകളും അതുപോലെ സ്കാനറുകളും സംവേദകങ്ങളാണ്. ക്യാമറകളും സ്കാനറുകളും എന്താണ്, സെൻസേഴ്സാണ്. വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് സംവേദകം പകർത്തുന്നത്. അപ്പോൾ അതാണ് സംവേദകം അല്ലെങ്കിൽ സെൻസേഴ്സ് പകർത്തുന്ന ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെയാണ്. അപ്പോൾ വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ അല്ലെങ്കിൽ സെൻസേഴ്സ് എന്ന് പറയുന്നത്. ക്യാമറയും സ്കാനറുകളും സംവേദകങ്ങളാണ്. വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് സംവേദകം പകർത്തുന്നത്. ഓർത്തിരിക്കുക. ഇനി എന്താ പറയാനുള്ളത്, സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിഫലത്തെ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നു. അപ്പോൾ എവിടെയാണോ ഈ സെൻസേഴ്സ് വെച്ചിട്ടുള്ളത് അതിനെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നു. വിമാനങ്ങളാകാം, ബലൂണുകളാകാം, ഉപഗ്രഹങ്ങളാകാം, ഇതൊക്കെ എവിടെയൊക്കെ സംവേദകങ്ങൾ സ്ഥാപിക്കാം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആക്കി ഇതൊക്കെയാണ്. അപ്പോൾ ഊർജ്ജ ഉറവിടം, പ്ലാറ്റ്ഫോം എന്നിവയെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ നമുക്ക് പലതരം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഊർജ്ജത്തിൻ്റെ സ്രോതസ്സ് അല്ലെങ്കിൽ ഊർജ്ജ ഉറവിടം ഏതാണ്? കാര്യം ഈ സെൻസേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു എനർജി വേണം. ആ എനർജി എവിടുന്നാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ എവിടെയാണ് ഈ സെൻസേഴ്സ് വെക്കുന്നത്, ആ പ്ലാറ്റ്ഫോമിനനുസരിച്ച് നമുക്ക് വിദൂര സംവേദനത്തെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിനു മുമ്പ് വിദൂര സംവേദനത്തിൽ ഒരു ഊർജ്ജ ഉറവിടം അത്യന്താപേക്ഷിതമാണെന്ന് നമുക്കറിയാം. ഇത് വൈദ്യുത കാന്തിക വികിരണങ്ങൾ ഉൾക്കൊള്ളുന്ന സൂര്യപ്രകാശമോ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശ സ്രോതസ്സോ ആകാം. അപ്പോൾ എന്താണ്, ഒന്നില്ലെങ്കിൽ ഈ എനർജി സോഴ്സ് എന്ന് പറയുന്ന സംഗതി ഇത് വൈദ്യുത കാന്തിക വികിരണങ്ങൾ ഉൾക്കൊള്ളുന്ന സൂര്യപ്രകാശമോ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശ സ്രോതസ്സോ ആകാം. സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശമോ വസ്തുക്കളിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തിൻ്റെ പ്രതിഫലനത്തെ ഉപയോഗപ്പെടുത്തിയാണ് ഈ വിദൂര സംവേദന പ്രക്രിയ സാധ്യമാക്കുന്നത്. ഒരു ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുമ്പോൾ ക്യാമറ ഒരു സംവേദകവും ക്യാമറയിൽ നിന്ന് പുറപ്പെടുന്ന ഫ്ലാഷ് കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഊർജ്ജവുമാണ്. ഓർത്തിരിക്കുക. വസ്തുക്കൾ പ്രതിഫലിക്കുന്നതിനും വികിരണം ചെയ്യപ്പെടുന്നതിനും വൈദ്യുത കാന്തിക തരംഗങ്ങളെ വിദൂര സംവേദന സാങ്കേതികവിദ്യയിൽ ഉപയോഗിക്കുന്നു. ഇനി ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം ഏതൊക്കെയാണ്? വിദൂര സമയത്ത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് പാസീവ് റിമോട്ട് സെൻസിങ്, രണ്ട് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. അപ്പോൾ ആക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ സ്വന്തമായിട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കും ആക്റ്റീവ്. പാസീവ് എന്ന് പറയുന്ന സംഗതി മറ്റേ ഇവിടുന്ന് ഊർജ്ജം കിട്ടിയിട്ട് അതിന്ന് പ്രവർത്തിക്കുന്ന പാസീവ് നമുക്കറിയാം. അപ്പോൾ പരോക്ഷ വിദൂര സംവേദനവും പ്രത്യക്ഷ വിദൂര സംവേദനവും. പരോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മറ്റ് സൗരോർജ്ജത്തിൻ്റെ അല്ലെങ്കിൽ സൗരോർജ്ജത്തിൻ്റെ സഹായത്തോടെ നടക്കുന്ന വിദൂര സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം അല്ലെങ്കിൽ
പാസീവ് റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ സംവേദകം സ്വയം ഊർജ്ജം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംവേദകം അല്ലെങ്കിൽ സെൻസർ എന്ന് പറയുന്ന സംഗതി സ്വയം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇവിടെ സൂര്യൻ്റെ സൗരോർജ്ജം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരോക്ഷ വിദൂര സംവേദനം അല്ലെങ്കിൽ പാസീവ് റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നു. ഇവിടെ സംവേദകം സ്വയം എന്ത് ഉപയോഗിക്കുന്നില്ല, ഊർജ്ജം പുറപ്പെടുവിക്കുന്നില്ല. ഇനി പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് റിമോട്ട് സെൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ അഥവാ ഊർജ്ജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം അല്ലെങ്കിൽ ആക്റ്റീവ് റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ രണ്ട് വിദൂര സംവേദനം ഓൺ ദി ബേസ് ഓഫ് ഊർജ്ജം അല്ലെങ്കിൽ എനർജിയുടെ ബേസിൽ നമുക്ക് പരോക്ഷ വിദൂര സംവേദനം അല്ലെങ്കിൽ പാസീവ് റിമോട്ട് സെൻസിംഗ്, പ്രത്യക്ഷ വിദൂര സംവേദനം അല്ലെങ്കിൽ ആക്റ്റീവ് റിമോട്ട് സെൻസിംഗ് ഓർത്തിരിക്കുക. ഇനി നമുക്ക് പ്ലാറ്റ്ഫോമുകളെ അടിസ്ഥാനമാക്കി നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഭൂതല ഛായാഗ്രഹണം, രണ്ട് ആകാശീയ വിദൂര സംവേദനം, മൂന്ന് ഉപഗ്രഹ വിദൂര സംവേദനം. ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. അപ്പോൾ എന്താണ് ഭൂതല ഛായാഗ്രഹണം എന്ന് പറഞ്ഞാൽ? ഭൂതല അല്ലെങ്കിൽ ഭൂപ്രതലത്തിൽ നിന്ന് ഭൗമോപരിതലത്തിൽ നിന്നും ഭൂപ്രതലത്തിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒരാൾ ഭൂപ്രതലത്തിൽ നിന്നുകൊണ്ട് ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണത് ഭൂതല ഛായാഗ്രഹണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചിത്രം ഈ രീതിയിൽ നമുക്ക് കിട്ടുക. ഭൂതല ഛായാഗ്രഹണം എടുത്ത ചിത്രം നമ്മളൊരു ക്യാമറ ഒക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നിലത്ത് നിന്നെല്ലാം എടുക്കുക. അപ്പോൾ ആ ചിത്രം ഇങ്ങനെ കിട്ടുക. ഇനി എന്താ ആകാശീയ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്ന് ഭൂതല അല്ലെങ്കിൽ ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ നമുക്ക് ഒരു ആകാശ കാഴ്ച നമുക്ക് അങ്ങനെ കിട്ടുക. അപ്പോൾ ഈ ഡ്രോണൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നതൊക്കെ ഈ ഒരു സെറ്റപ്പിൽ വരും. അടുത്താണ് സാറ്റലൈറ്റ് വിദൂര സംവേദനം അല്ലെങ്കിൽ ഉപഗ്രഹ വിദൂര സംവേദനം. എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദനങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ആ ചിത്രം കിട്ടുക. ആകാശീയ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ എന്താണ്? താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് ആകാശീയ വിദൂര സംവേദനത്തെ നാം ആശ്രയിക്കാറ്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായ ഏത് പ്രദേശത്തിൻ്റെ വിവരശേഖരണം വേണമെങ്കിലും ഇത്തരത്തിൽ നടത്താം എന്നതാണ് ഇതിൻ്റെ നേട്ടം. അപ്പോൾ വിമാനം കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ തുടർച്ചയായുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നതിനും ഈ രീതിയുടെ ഒരു മേന്മയാണ്. അപ്പോൾ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് നമ്മൾ ആകാശീയ വിദൂര സംവേദനം യൂസ് ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായ ഏത് പ്രദേശത്തിൻ്റെ വിവരശേഖരണം വേണമെങ്കിലും ഇതിലൂടെ നമുക്ക് നടത്താം. വിവരങ്ങൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ വിമാനം കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ തുടർച്ചയായ ചിത്രങ്ങൾ ലഭിക്കുന്നതിനും ഈ ഒരു രീതി നമുക്ക് ഉപയോഗിക്കാം. ആകാശീയ വിദൂര സംവേദനം തുടർച്ചയായി നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിൻ്റെ സഹായത്താൽ ത്രിമാന തല വീക്ഷണം ലഭ്യമാകുന്നതിന് വേണ്ടി ഒരു ആകാശീയ ചിത്രത്തിൽ തൊട്ടു മുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിൻ്റെ ഏകദേശം 60% ഭാഗം കൂടി പകർത്തിയെടുക്കാറുണ്ട്. അതിനെ ആകാശീയ ചിത്രത്തിൻ്റെ ഓവർലാപ്പ് എന്ന് വിളിക്കുന്നു. ഇതാണ് ഇവിടെ ഇങ്ങനെ ഒരു ചിത്രം. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ ഈ എയും ബിയും ഇതിൻ്റെയൊക്കെ ഒരു 60% ഓവർലാപ്പ് ഇവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഓരോന്നിലും 60% ഭാഗം ആവർത്തിച്ച് വരുന്നത് കാണാം. ചിത്രം എയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ചിത്രം ബിയിലേത് ചിത്രം സിയിലും ആവർത്തിച്ചു. അപ്പോൾ 60% ഇതിൽ ഓരോന്നിലും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ സ്റ്റീരിയോസ് പെയർ എന്ന് പറയുന്നു. അപ്പോൾ ഓവർലാപ്പ് ഉണ്ടാവും. ആകാശീയ ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് കണ്ടോ, ആദ്യം എ എന്ന് പറഞ്ഞ ചിത്രം എടുത്തു, അപ്പോൾ ബി എന്ന് ചിത്രം, സി എന്ന് പറഞ്ഞ ചിത്രം, ഇത് ബി ഇത് സി. ഇവിടെ നോക്കാം, ഇവിടെ ഒരു 60% ഇവിടെ ഓവർലാപ്പ് ഉണ്ടാവും, ഇവിടെ ഒരു 60% ഓവർലാപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓവർലാപ്പോട് കൂടി എടുക്കുന്ന ചിത്രത്തിനെ സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നു. ചിത്രം എയുടെയും ബിയുടെയും അല്ലെങ്കിൽ ചിത്രം ബിയുടെയും സിയുടെയും ഓരോ സ്റ്റീരിയോ പെയറുകളാണ്. ഓവർലാപ്പോട് കൂടി ആകാശ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭ്യമാകാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. ഒരു സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ഉൾപ്പെട്ട പ്രദേശത്തിൻ്റെ ത്രിമാന ദൃശ്യം ലഭ്യമാകുന്നത് ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താ പറയാനുള്ളത്, നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ആകാശീയ ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ? ആകാശീയ ചിത്രങ്ങൾ എടുക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടെന്താ? ലഭ്യമാകുന്ന ത്രിമാന ദൃശ്യത്തെ സ്റ്റീരിയോസ്കോപ്പ് വിഷൻ എന്ന് വിളിക്കുന്നു. ആകാശീയ വിദൂര സംവേദനത്തിൽ ധാരാളം മേന്മകളുണ്ടെങ്കിലും ചില പോരായ്മകളുണ്ട്. വിമാനത്തിലുണ്ടാകുന്ന കുലുക്കം ചിത്രങ്ങളുടെ ഗുണമേന്മ ബാധിക്കും. അപ്പോൾ കുലുക്കം ഉണ്ടായാൽ അത് ഗുണമേന്മയെ ബാധിക്കും. വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം പ്രായോഗികമല്ല. ഒരു വിശാലമായ പ്രദേശത്തെ ചിത്രീകരണം സാധ്യമല്ല. അതിലൂടെ വിമാനത്തിന് ഉയരാനും ഇറങ്ങാനും തുറസായ സ്ഥലം ആവശ്യമാണ്. അതുപോലെ തന്നെ അടുത്ത ഇന്ധനം നിറയ്ക്കുന്നതിന് വിമാനം ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നതിന് ചെലവ് വർദ്ധിക്കുന്നു. കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിദൂര സംവേദനം സാധ്യമായതോടെ ഈ പോരായ്മകൾക്ക് ഏറെക്കുറെ പരിഹാരം കണ്ടു. ഇനി നമുക്ക് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിദൂര സംവേദന രീതിയെ പരിചയപ്പെടാം. ഒരു പ്രദേശത്തെ ഒന്നാകെ കാണുന്നതിനും ത്രിമാന ദൃശ്യത്തിന്റെ സഹായത്താൽ ഭൂതല പ്രദേശത്തിൽ ഉയർച്ച താഴ്ചകൾ വേർതിരിച്ചറിയുന്നതിനും ആകാശീയ ചിത്രങ്ങൾ ഏറെ പ്രയോജനകരമായതിനാൽ രണ്ടാം ലോക യുദ്ധകാലത്തും തുടർന്ന് ഇവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ദ്രാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ആകാശീയ ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇന്ത്യയിൽ ആകാശീയ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമാണ്. ഇന്ത്യൻ വ്യോമസേന അതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേന, കൊൽക്കത്ത ആസ്ഥാനമാക്കിയുള്ള എയറോസ്പേസ് കമ്പനി, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ എന്നീ ഏജൻസികളാണ് ഇന്ത്യയിൽ ആകാശീയ സർവേ ചിത്രത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്?
ഇന്ത്യൻ വ്യോമസേന എന്ന് പറയുന്നത് പറയുന്ന സംഗതി, അതുപോലെ തന്നെ കൊൽക്കത്ത ആസ്ഥാനമാക്കിയുള്ള എയ്റോസ്പേസ് ഏജൻസി, അതുപോലെ തന്നെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ എന്നീ ഏജൻസികളാണ് ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഓർത്തിരിക്കുക. ഇനി ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അഥവാ സംവേദനങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറഞ്ഞ സംഗതി. കൃത്രിമ ഉപഗ്രഹങ്ങളെ, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ, അതുപോലെ തന്നെ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എങ്ങനെ രണ്ടായി തിരിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഉപഗ്രഹങ്ങളുണ്ട്. ഒന്ന് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, ഒന്ന് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. സ്ഥിരം ചോദ്യം വരുന്ന ഒരു മേഖലയാണ്. ഓർത്തിരിക്കുക. അപ്പോൾ എന്താ ഈ ഭൂസ്ഥിര ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇത്തരം. അപ്പോൾ ഭൂമിയുടെ ഒരു ഭ്രമണത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്ന സംഗതി. സഞ്ചാരപഥം എന്ന് പറയുന്നത് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂമിയുടെ 1/3 ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നു. ഒരു സാറ്റലൈറ്റിന്റെ പരിധിയിൽ 1/3 ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നു. ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരു പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ അഭിമുഖീകരിച്ച് മാത്രമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിന് കൊണ്ട് അവിടെ ആ ഒരു പ്രദേശം അഭിമുഖീകരിച്ച് നിൽക്കുന്നതുകൊണ്ട് അവിടുത്തെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്നു. ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരത്തിന് സാധ്യമാകുന്നു. വാർത്താവിനിമയത്തിനും അതുപോലെ തന്നെ ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്തുന്നു. ഇന്ത്യയുടെ ഇൻസാറ്റ് സീരീസിൽ വരുന്ന എല്ലാ ഉപഗ്രഹങ്ങളും ഇൻസാറ്റ് സീരീസിൽ വരുന്ന ഉപഗ്രഹങ്ങളൊക്കെ ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഭൂമിയുടെ ഭ്രമണത്തോടൊപ്പം സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂമിയുടെ 1/3 ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണ വേഗത്തിൽ തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരു പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സാധ്യമാകുന്നു. വാർത്താവിനിമയത്തിനും അതുപോലെ തന്നെ ദിനാന്തരീക്ഷ സ്ഥിതിക്കും മനസ്സിലാക്കുന്നത് പ്രയോജനപ്പെടുന്ന ഇൻസാറ്റ് സീരീസിൽ വരുന്നത്. ഇനി ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളെ പോളാർ അല്ലെങ്കിൽ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് ഇതിലുള്ളത്. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണത്തിന് സാധ്യമാകുന്നു. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെക്കുറിച്ച് വിവരശേഖരണത്തിന് സാധ്യമാകുന്നു. വിദൂര സംവേദനത്തിന് മുഖ്യമായും ഈ വിദൂര സംവേദനത്തിന് മുഖ്യമായും ഈ ഉപഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. IRS, അതുപോലെ തന്നെ IRS, അതുപോലെ തന്നെ ലാൻഡ്സാറ്റ് ഉപഗ്രഹങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ഭൗമോപരിതലത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന സംവേദനങ്ങളുടെ സഹായത്താലാണ് നമുക്ക് മനസ്സിലായി. ഇനി എന്താ പറയാനുള്ളത്? വസ്തുക്കൾ പുറപ്പെടുവിക്കുന്നതോ പ്രതിഫലിക്കുന്നതോ ആയ വൈദ്യുത കാന്തിക വിവരണത്തെയാണ് സംവേദനങ്ങൾ പകർത്തുന്നത്. ഭൗമോപരിതലത്തിൽ ഓരോ വസ്തുവിലും വൈദ്യുതകാന്തിക വിവരണങ്ങൾ പ്രതിഫലിക്കുന്നത് വ്യത്യസ്ത അളവിലാണ്. ഉദാഹരണത്തിന് സസ്യങ്ങളുടെ ഊർജ്ജ പ്രതിഫലന ശേഷി ജലാശയങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഓരോ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഓരോ വസ്തുവും പ്രതിഫലിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവാണ് ആ വസ്തുവിലെ സ്പെക്ട്രൽ സിഗ്നേച്ചർ. അപ്പോൾ എന്താണ്? ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവാണ് ആ വസ്തുവിൻ്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഈ ചോദ്യം വന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ. അപ്പോൾ ഓരോ വസ്തുവും പ്രതിഫലിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവാണ് ഈ വസ്തുവിലുള്ള സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ ഭൂതലത്തിലെ വിവിധ വസ്തുക്കളെ അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് വിവരങ്ങൾ സംഖ്യാരൂപത്തിൽ ഭൂതല കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു. അവ കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ വ്യാഖ്യാനിച്ച ചിത്രരൂപത്തിലാക്കുന്നു. അവയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇമാജറീസ് എന്ന് പറയുന്നത്. ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിൽ ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലിപ്പമാണ് അതിന്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 പോയിന്റുകൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ, സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കണം. എന്താ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല. എന്താണ് ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജ്ജത്തിന്റെ അളവാണ് ആ വസ്തുവിൽ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. എന്താ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സെൻസറിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിൽ ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലിപ്പമാണ് ആ സെൻസർ. സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഇനി എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള വേറൊരു പോയിന്റ്, വിദൂര സംവേദനം ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ ഉപയോഗം 1924 ഡെൽറ്റ ചിത്രീകരണത്തോടെ ആരംഭിച്ചു. 1966 ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ വിശകലനത്തിന് പഠനത്തിനും ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിൽ സ്ഥാപിതമായി. പിന്നീട് ഈ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് IIRS ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എന്നായി മാറി. ഭാസ്കര 1, ഭാസ്കര 2 എന്നീ ഉപകരണങ്ങളുടെ വിക്ഷേപണത്തോടെ 1970 ഇന്ത്യയിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ചു. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ NRSC, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ മുൻപ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നു. ഭാരതീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO, ബഹിരാകാശ വകുപ്പ്, സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ എന്നീ സ്ഥാപനങ്ങൾ ബഹിരാകാശ സാങ്കേതിക വിദ്യ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തിയതിൽ സദാ വ്യാപൃതരായിരുന്നു. ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങൾ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുമെല്ലാം പൂർണ്ണമായ ചുമതല ഹൈദരാബാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിനാണ്. ഹൈദരാബാദിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗിനാണ് എന്തിന് ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയ്ക്കുള്ള പൂർണ്ണ ചുമതല ഹൈദരാബാദ് ഏജൻസിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഹൈദരാബാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിക്കാണ്. വിദൂര സംവേദന
എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. കാലാവസ്ഥാ നിർണ്ണയത്തിന്, സമുദ്ര പരിവേഷണത്തിന്, ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന്, വരൾച്ച ബാധിത പ്രദേശങ്ങൾ, വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ തുടങ്ങിയ കണ്ടെത്തുന്നതിന്, ഉൾവനങ്ങളിലെ കാട്ടുതീ കണ്ടെത്തുന്നതിന്, വിളകളുടെ വിസ്തൃതി കണ്ടെത്തുന്നതിന്, വിളകളുടെ വളർച്ച, കിടവാത വ്യാപനം എന്നിവ മനസ്സിലാക്കുന്നതിന്, എണ്ണ പരിവേഷണത്തിന്, ഭൂഗർഭ ജല ലഭ്യതയ്ക്ക് വിദൂര സംവേദന സാങ്കേതികവിദ്യയുടെ സഹായത്താൽ ധാരാളം വിവരങ്ങൾ ലഭ്യമാകുന്നു മനസ്സിലായി. വിദൂര സംവേദന മാർഗ്ഗങ്ങളിലൂടെയും അല്ലാതെയും ലഭിക്കുന്ന ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവ തയ്യാറാക്കുന്നതിനും നമ്മുടെ അന്വേഷണങ്ങൾക്ക് ശാസ്ത്രീയമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിനും ഭൂവിവര വ്യവസ്ഥ എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത സാങ്കേതികവിദ്യയിലൂടെ നമുക്ക് കഴിയും. എന്താ പറയുന്നത്? എന്താണ് ഭൂവിവര വ്യവസ്ഥ അല്ലെങ്കിൽ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? GIS. എന്താണ് GIS? ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത് ഭൂപടങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, പട്ടികകൾ, സർവേകൾ തുടങ്ങിയ വിവര സ്രോതസ്സുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ഭൂവിവര വ്യവസ്ഥയുടെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നിവേശിപ്പിക്കുന്നതിനും അവയെ വീണ്ടെടുക്കുന്നതിനും വിശകലനം നടത്തുന്നതിനും ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവയുടെ സഹായമാകുന്നു. ഒരു കമ്പ്യൂട്ടർ വിവര സഞ്ചയ വ്യവസ്ഥയാണ് ഭൂവിവര വ്യവസ്ഥ അല്ലെങ്കിൽ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂപടങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, പട്ടികകൾ, സർവേകൾ തുടങ്ങിയ വിവര സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ കയറ്റുന്നു. അവയെ വീണ്ടെടുക്കുന്നതിനും വിശകലനം നടത്തുന്നതിനും ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവയിലൂടെ അവയെ വിശദമാക്കുന്നതിനുള്ള ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സഞ്ചയ വ്യവസ്ഥയാണ് ഭൂവിവര വ്യവസ്ഥ അല്ലെങ്കിൽ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ വിവര നിവേശനം, വിവരങ്ങൾ സൂക്ഷിക്കൽ, വിവരങ്ങൾ പരിവർത്തനം ചെയ്യൽ, വിശകലനം ചെയ്യൽ, വിവരങ്ങൾ, ഉത്തരങ്ങൾ, അങ്ങനെ ഉൽപ്പന്നങ്ങൾ എന്താണ് ഭൂപടം, സാങ്കേതിക വിവരങ്ങൾ, പട്ടിക സംഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കി കിട്ടുന്നതിനാണ് GIS എന്ന് പറയുന്നത്. സീരിയൽ സ്കാനറുകൾ തുടങ്ങിയ വിവിധ സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ അടിസ്ഥാന വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ പ്രവേശിപ്പിക്കാവുന്നതാണ് ആദ്യ പ്രവർത്തന ഘട്ടം. ശേഖരിക്കപ്പെട്ട വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ വിവിധ വിഷയാധിഷ്ഠിത പാളികളാക്കി മാറ്റാൻ കഴിയുന്നു. മാത്രമല്ല പല വിശകലനങ്ങളും പഠനങ്ങളും വിധേയമാക്കാനും സാധിക്കുന്നു. വിശകലനത്തിന് വിധേയമാക്കിയ വിവരങ്ങൾ നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഭൂപടങ്ങളോ പട്ടിക രൂപത്തിലോ അല്ലെങ്കിൽ സംഖ്യ രൂപത്തിലോ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം. രണ്ടു തരം വിവരങ്ങളുടെ ആധാരമാക്കിയാണ് എല്ലാ വിശകലനവും ഭൂവിവര വ്യവസ്ഥയിൽ നിർവഹിക്കുന്നത്. അവ ഏതെല്ലാം നമുക്ക് നോക്കാം. ഒന്ന്, സ്ഥാനീയ വിവരങ്ങൾ. ഭുവൻ എന്ന വെബ്സൈറ്റിൽ അറ്റ്ലസിൻ്റെ സഹായത്തോടെ നമുക്ക് രാജ്യത്തിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം കണ്ടെത്തൂ. ഭൗമോപരിതലത്തിലെ ഓരോ സവിശേഷതകൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. നിയതമായ അക്ഷാംശ രേഖാംശ സ്ഥാനമുള്ള ഭൗമോപരിതല സവിശേഷതകളെ സ്ഥാനീയ വിവരങ്ങൾ അല്ലെങ്കിൽ സ്പേഷ്യൽ ഡാറ്റ എന്ന് വിളിക്കുന്നു. സ്ഥാനീയ വിവരങ്ങൾ അല്ലെങ്കിൽ സ്പേഷ്യൽ ഡാറ്റ. വിശേഷങ്ങൾ. ഭൗമോപരിതലത്തിൽ ഓരോ സ്ഥാനീയ വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കൂട്ടിച്ചേർക്കാവുന്ന അധിക വിവരങ്ങൾ അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നു. നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇത്തരം വിവരങ്ങളാണ് വിശേഷണങ്ങൾ. ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളുടെ സ്ഥാനീയ വിവരങ്ങൾ, വിശേഷണങ്ങൾ എന്നിവ ശേഖരിച്ച് ഭൂവിവര വ്യവസ്ഥയിൽ ഉൾക്കൊള്ളിക്കാനായാൽ ആ പ്രദേശത്തെ സംബന്ധിക്കുന്ന വിവിധ അന്വേഷണങ്ങൾ കൃത്യവും ശാസ്ത്രീയവുമായ ഉത്തരം നൽകാൻ ഭൂവിവര വ്യവസ്ഥയിലൂടെ സാധ്യമാകും. പാളികൾ. ധരാതലീയ ഭൂപടത്തിൻ്റെ ഒരു ഭാഗം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കൂ. നീർച്ചാലുകൾ, റോഡുകൾ, സസ്യജാലങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയ പ്രകൃതിത്വവും മനുഷ്യനിർമ്മിതമായ നിരവധി ഭൗമോപരിതല സവിശേഷതകളുണ്ട്. കണ്ടില്ലേ? ഇവ ഓരോന്നായി അടർത്തി മാറ്റി പ്രത്യേക ഭൂപടങ്ങളാക്കിയാലോ ഭൂവിവര വ്യവസ്ഥയിലൂടെ ഇത് സാധ്യമാണ്. ചിത്രങ്ങൾ, നീർച്ചാലുകൾ, റോഡുകൾ തുടങ്ങിയവയെ പ്രത്യേകമായി ചിത്രീകരിക്കുന്ന കണ്ടില്ലേ? ഭൂവിവര വ്യവസ്ഥയിൽ വിശകലനത്തിനായി തയ്യാറാക്കി സൂക്ഷിക്കുന്ന വിഷയാധിഷ്ഠിത ഭൂപടങ്ങളെ പാളികൾ, ലെയർ എന്ന് വിളിക്കുന്നു. അനുയോജ്യമായ പാളികൾ വിശകലനത്തിലൂടെ ഭൗമോപരിതല സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാം. ധരാതീയ ഭൂപടം, പാളി 1, പാളി 2, പാളി 3, പാളി 4 അങ്ങനെ ഒരുപാട് പാളികളാക്കി നമുക്ക് ഓരോ എന്താണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ഭൂവിവര വ്യവസ്ഥകളുടെ വിശകലന സാധ്യതകൾ. സ്ഥാനീയ വിവരങ്ങളൊന്നും വിശേഷങ്ങളാലും ശേഖരിക്കപ്പെടുന്ന ഭൗമോപരിതല സവിശേഷതകളെ വ്യത്യസ്ത രീതിയിലുള്ള വിശകലനങ്ങൾക്ക് വിധേയമാക്കുന്നു. ഭൂവിവര വ്യവസ്ഥയ്ക്കായിരിക്കും ശൃംഖലാ വിശകലനം, ആവർത്തി വിശകലനം, ഓവർലേ വിശകലനം എന്നിവയാണ് പ്രധാനപ്പെട്ട വിശകലന സാധ്യതകൾ. അപ്പോൾ ശൃംഖലാ വിശകലനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ ഓവർലേ വിശകലനം എന്താണ്? ഓവർലേ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ വിവിധ ഭൗമോപരിതല സവിശേഷതകളെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഓവർലേ വിശകലനം മനസ്സിലാക്കുന്നു. വിളകളുടെ വിസ്തൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങൾ എന്നിവയൊക്കെ മനസ്സിലാക്കാൻ ഓവർലേ വിശകലനം സഹായമാണ്. ഉദാഹരണത്തിന് തൃശ്ശൂർ ജില്ലയിൽ നെൽപ്പാടങ്ങളുടെ വിസ്തൃതിയിൽ 2000 ആണ്ടിനെ അപേക്ഷിച്ച് 2015 ആയപ്പോഴും ഉണ്ടായ മാറ്റമാണ് 2015 ഭൂവിനിയോഗ ഭൂപടം. അതാണ് ഓവർലേ വിശകലനം. ഒരു പ്രദേശത്തിൻ്റെ വിവിധ ഭൗമോപരിതല സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും ഉണ്ടായാണ് ഓവർലേ വിശകലനം എന്ന് പറയുന്നത്. എന്താണ് ആവർത്തി വിശകലനം എന്ന് പറയുന്നത്? ആവർത്തി ഒരു ബിന്ദുവിൽ സൃഷ്ടിക്കുന്ന ആവർത്തി മേഖല. ആവർത്തി മേഖല. എന്താ ആവർത്തി വിശകലനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിദ്യാലയത്തിന് 3 കിലോമീറ്റർ ചുറ്റുള്ള വീടുകളുടെ എണ്ണം കണ്ടെത്തണമെന്ന് കരുതുക. ഇത്തരം സന്ദർഭങ്ങളിൽ ആവർത്തി വിശകലന സാധ്യത കാര്യക്ഷമമായി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ആ സ്ഥാനീയ വിവരങ്ങളെ ഭൂവിവര വ്യവസ്ഥകളുടെ ആവർത്തി വിശകലനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ വിദ്യാലയത്തിന് ചുറ്റും വൃത്താകൃതിയിൽ ഒരു പ്രത്യേക മേഖല സൃഷ്ടിക്കുവാനും ആ മേഖലയിൽ ഉൾപ്പെടുന്ന വീടുകളുടെ എണ്ണം കണക്കാക്കാനും സാധിക്കുന്നു. നിങ്ങളുടെ പ്രദേശത്തെ 5 മീറ്റർ വീതിയിലുള്ള റോഡ് സർക്കാരിൻ്റെ തീരുമാനപ്രകാരം 8 മീറ്ററാക്കി വർദ്ധിക്കുന്നതിനാകട്ടെ ഭൂവിവര വ്യവസ്ഥയിലെ ആവർത്തി വിശകലന സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ നിലവിലെ റോഡിന് അനുബന്ധമായ ആവശ്യമായ വീതിയിൽ ഒരു പ്രത്യേക മേഖല സൃഷ്ടിക്കാനാകും. ഇതിലൂടെ എത്ര പേർ മാത്രം
ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നും എത്ര പേർ ഭവനരഹിതരാകുമെന്നൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ആവർത്തി വിശകലനം. ആവർത്തി വിശകലനത്തിൽ ഒരു ബിന്ദുവിന് ചുറ്റും വൃത്താകൃതിയിലോ രേഖീയ സവിശേഷതകൾക്ക് വശങ്ങളിലോ ഒരു പ്രത്യേക മേഖല സൃഷ്ടിക്കപ്പെടുന്നു. ഈ മേഖലയെ ആവർത്തി മേഖല അല്ലെങ്കിൽ ബഫർ സോൺ, ആവർത്തി മേഖല അല്ലെങ്കിൽ ബഫർ സോൺ എന്നറിയപ്പെടുന്നു. അതാണ് ആവർത്തി വിശകലനം. ഒക്കെ ശൃംഖലാ ഓവർലേ വിശകലനം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിന് വിവിധ ഭൗമോപരിതല സവിശേഷതകൾ പരസ്പരം ബന്ധത്തെക്കുറിച്ചും കലാനുസൃതമായവയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചും മനസ്സിലാക്കുന്ന ഓവർലേ. ഇനി ആവർത്തി വിശകലനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് ഈ കാണുന്നതാണ് ആവർത്തി വിശകലനം. ഇനി എന്താണ് ശൃംഖലാ വിശകലനം എന്ന് പറഞ്ഞാൽ? എന്താ ശൃംഖലാ വിശകലനം? മറ്റ് രണ്ട് വിശകലനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഭൂപടത്തിലെ രേഖീയ സവിശേഷതകൾ മാത്രമല്ല ശൃംഖലാ വിശകലനത്തിന് വിധേയമാക്കുന്നത് റോഡ്, റെയിൽ, നദികൾ തുടങ്ങിയ രേഖീയ സവിശേഷതകൾ ഉൾപ്പെടുന്നു. ഇത്തരം വിശകലന സാധ്യതകളെക്കുറിച്ച് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് എളുപ്പത്തിൽ എത്തിക്കാവുന്നതും തിരക്ക് കുറഞ്ഞതുമായ വഴികൾ കണ്ടെത്താൻ സാധിക്കുന്നതുമാണ് ഇത്തരം വിശകലന സാധ്യതകൾ. അന്ന് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ലഭ്യമായ സമയത്തിനുള്ളിൽ സന്ദർശിക്കുന്നതിനും നിർദ്ദേശം നൽകുന്നതിനും അപകടത്തിൽപ്പെട്ട ആളിനെ അപകട സ്ഥലത്ത് നിന്ന് തിരക്കും കുറഞ്ഞ വഴിയിലൂടെ അനുയോജ്യമായ ആശുപത്രിയിൽ എത്തിക്കുന്നതിനൊക്കെ ഈ വിശകലന സാധ്യത ശൃംഖലാ വിശകലനം ഈ വിശകലന സാധ്യത പ്രയോജനപ്പെടുന്നു. ഭൂവ്യവസ്ഥയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? പല ഉറവിടങ്ങളിൽ നിന്നും വിവരങ്ങൾ സംയോജിക്കാൻ സാധിക്കും. വിവരങ്ങൾ എളുപ്പത്തിൽ നവീകരിക്കാനും കൂട്ടിച്ചേർക്കാനും സാധിക്കും. വിഷയാധിഷ്ഠിത പഠനങ്ങൾ നടത്താൻ സാധിക്കും. ഭൂതല സവിശേഷതകളെ സ്ഥാനീയമായി പ്രദർശിപ്പിക്കുന്നു. ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് ഭാവി പ്രതിഭാസങ്ങളെയും പ്രകൃതിയുടെയും ദൃശ്യമാതൃകയിൽ സൃഷ്ടിക്കുന്നു. ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപഗ്രാധിഷ്ഠിത ഗതി നിർണ്ണയ സംവിധാനം അല്ലെങ്കിൽ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം. ഭൗമോപരിതല വസ്തുക്കൾ സ്ഥാനവും ഗതിയും കണ്ടെത്താൻ ഇന്ന് ഉപഗ്രാധിഷ്ഠിത ഗതി നിർണ്ണയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഭൂപട നിർമ്മാണം, ഗതാഗതം തുടങ്ങിയ അനേകം മേഖലകളിൽ നിന്ന് പ്രയോജനപ്പെടുത്തുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ ഗതി നിർണ്ണയ സംവിധാനമാണ് ഗ്ലോബൽ പൊസിഷൻ. അപ്പോൾ GPS ആരാണ് GPS-ൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ? GPS അമേരിക്കൻ ഐക്യനാടുകൾ അല്ലെങ്കിൽ അമേരിക്കയാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഗതി നിർണ്ണയ സംവിധാനമാണ് ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം GPS എന്ന് നമുക്കറിയാം. ഇനി ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗമോപരിതല സവിശേഷതകളെ അല്ലെങ്കിൽ ഭൗമോപരിതല വസ്തുതകളുടെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, ഉയരം, സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം അല്ലെങ്കിൽ GPS. ഭൗമോപരിതലത്തിൽ നിന്നും 20,000 മുതൽ 20,200 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിൽ 6 വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായി 24 ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണിയുടെ സഹായത്താൽ സ്ഥാനം നിർണ്ണയിക്കുന്നു. ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ നമ്മുടെ കൈവശമുള്ള നവീകരണ അല്ലെങ്കിൽ സ്വീകരണ ഉപാധിയിൽ റിസീവർ ലഭ്യമാക്കുന്ന സ്ഥാനം നിർണ്ണയിക്കാൻ കഴിയുന്നു. ഏറ്റവും ചുരുങ്ങിയത് 4 ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെങ്കിലും ലഭിച്ചാൽ മാത്രമേ GPS-ന് അക്ഷാംശം, രേഖാംശം, ഉയരം, സമയം തുടങ്ങിയ 6 ഭ്രമണപഥമുണ്ട്. 24 സാറ്റലൈറ്റ് വേണം. 4 സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ ലഭിച്ചാൽ മാത്രമേ GPS-ന് അക്ഷാംശം, രേഖാംശം, ഉയരം, സമയം തുടങ്ങിയ വിവരങ്ങൾ കൃത്യതയോടെ പ്രദർശിപ്പിക്കാൻ സാധ്യമാകുള്ളൂ. സ്ഥാനനിർണ്ണയം കൂടുതൽ കൃത്യമായി നടത്താൻ കൂടുതൽ ഉപഗ്രഹങ്ങൾ ഈ സംവിധാനത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അമേരിക്കൻ ഐക്യനാടുകൾ ഈ സംവിധാനം ആരംഭിച്ചതെങ്കിലും 1980 മുതൽ ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നു. എന്താണ് IRNSS എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ GPS-ന് സമാനമായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണ്ണയ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് IRNSS. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാനും ചൈനയും ഇന്ത്യൻ മഹാസമുദ്രവും ഉൾപ്പെടെ 1500 കിലോമീറ്റർ ചുറ്റുള്ള ഇതിൻ്റെ നിരീക്ഷണ പരിധി വരും. അപ്പോൾ ഇന്ത്യക്ക് പുറമെ ആരൊക്കെയാണ്? പാകിസ്ഥാനുണ്ട്, ചൈനയുണ്ട്, ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്, ഉൾപ്പെടെ 1500 കിലോമീറ്റർ ചുറ്റുള്ള ഇതിൻ്റെ പരീക്ഷണ പരിധിയിൽ വരും എന്ന് പറയുന്നത് IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സംഗതി. ഓക്കെ, ക്ലിയർ. ഇനി മുതൽ ഭൂവൻ ഇന്ത്യയിൽ സ്വന്തം ഉപഗ്രഹങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണ്ണ ഭൂപട നിർമ്മാണം എന്ന ആവശ്യത്തിനായി ISRO വികസിച്ച ഉപഗ്രാധിഷ്ഠിത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ എന്ന് പറയുന്നത്. 2009 മാർച്ചിൽ ഇത് പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ 2009 ഇത് മാർച്ചിൽ ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യൻ ഉപഗ്രഹങ്ങളിൽ മാത്രം പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണ്ണ ഭൂപട നിർമ്മാണം എന്ന ആവശ്യമായി ISRO വികസിപ്പിച്ചാണ് ഭുവൻ. 2009 2009 മാർച്ചിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അടിസ്ഥാനപരമായ റിമോട്ട് സെൻസിംഗ് ഇമേജ് പോർട്ടലാണ് ഭുവൻ. GIS സാങ്കേതികവിദ്യ, വിദൂര സംവേദനം എന്നിവയുടെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഓൺലൈൻ ഭൂപടം ഒരുക്കുക എന്നതാണ് ഭുവൻ്റെ പ്രത്യേക ധർമ്മം എന്ന സംഗതി. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി സ്കൂൾ ഭുവൻ രാജ്യത്തിൻ്റെ പ്രകൃതി വിഭവങ്ങൾ, പരിസ്ഥിതി എന്നിവയെക്കുറിച്ചും സുസ്ഥിര വികസനത്തിന് അവയുടെ പങ്കിനെക്കുറിച്ചും കുട്ടികളുടെ അവബോധം വളർത്തുന്നതിനായി ഭൂപടാധിഷ്ഠിത ലേണിംഗ് സംവിധാനമാണ് സ്കൂൾ ഭുവൻ. ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ സമിതി, NCERT, ISRO എന്നിവ സംയുക്തമായാണ് ഈ സംവിധാനം വികസിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെ ചേർന്നിട്ടാണ്? NCERTയും അതുപോലെ ISROയും ചേർന്നിട്ടാണ് സ്കൂൾ ഭുവൻ തയ്യാറാക്കിയിട്ടുള്ളത്. ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ സമിതി അതുപോലെ തന്നെ ISRO എന്നിവ സംയുക്തമായാണ് ഈ സംവിധാനം വികസിപ്പിച്ചിട്ടുള്ളത്. ഭുവൻ പോർട്ടലിലെ സ്കൂൾ ഭുവൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പഠിക്കാം, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇന്ത്യയിലെ ഏതൊരു ഭൂപ്രദേശത്തിൻ്റെയും ഉപരിതല സവിശേഷതകൾ ആവശ്യാനുസരണം GIS സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പകർത്തിയെടുത്ത് പ്രാദേശിക ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ക്രിയേറ്റ് എ മാപ്പ് GIS. ഓക്കെ, ഇനി എന്താ നമുക്ക് പറയാനുള്ളത്? അടുത്ത വെള്ളപ്പൊക്ക നിയന്ത്രണം സമകാലിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കാലവർഷക്കെടുതിയാണ് കേരളം 2018 സാക്ഷ്യം വഹിച്ചത്. നമ്മുടെ സംസ്ഥാനം നേരിട്ട പ്രളയത്തിൻ്റെ തീവ്രതയും കാഠിന്യവും അത് വിതച്ച നാശനഷ്ടവും വിവരണാതീതമാണ്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വളരെ ഫലപ്രദമായി തരണം ചെയ്യുന്നതിന് ഉപഗ്രഹ വിദൂര സംവേദനത്തിൻ്റെ സാധ്യതകൾ നാം കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളുടെ ഭൂപടം തയ്യാറാക്കുന്നതിനും വെള്ളപ്പൊക്കക്കെടുതിയിലൂടെ കണക്കെടുക്കുന്നതിനും നദിയുടെ പ്രളയ ശേഷമുള്ള സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രളയജലത്തിൽ മുങ്ങിപ്പോയ പ്രദേശങ്ങളെ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നതിനും
ഈ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഭൗമോപരിതല വിവരങ്ങൾ വിദൂര സംവേദന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് GISന്റെ സഹായത്തോടെ വിശകലനങ്ങൾ വിധേയമായി വെള്ളപ്പൊക്ക സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി പ്രളയ മോഡലുകൾ തയ്യാറാക്കാൻ. ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതികവിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ GIS. വിവിധ മേഖലകളിൽ ഈ സാങ്കേതികവിദ്യ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്ന വ്യവസായം ഗ്ലോബൽ ഇൻഫർമേഷൻ സിസ്റ്റം GIS. ഓക്കെ, വ്യവസായം, വിദ്യാഭ്യാസം, കൃഷി, ആസൂത്രണം, ജലസേചനം, വനവൽക്കരണം, ഗതാഗതം, പ്രകൃതി ദുരന്ത നിവാരണം, രോഗ നിയന്ത്രണം, കമ്പോള വിശകലനം. GIS സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്ന വാണിജ്യ, വാർത്താവിനിമയ, വിഭവ പരിപാലനം തുടങ്ങുന്നതിൽ സർവോപരി ആസൂത്രണ വികസനത്തിനും വളരെയധികം പ്രയോജനകരമായ ഒരു സാങ്കേതികവിദ്യയായി GIS എന്നുള്ളത് വരുന്നു. GIS സാങ്കേതികവിദ്യയുടെ വ്യാപകമായ ഉപയോഗം അനന്തമായ തൊഴിൽ സാധ്യതകളിലേക്ക് വഴിതെളിക്കുന്നു. നിരവധി ലോകോത്തര സ്ഥാപനങ്ങൾ ഇന്ന് GIS സാങ്കേതികവിദ്യ, വിദൂര സംവേദനം തുടങ്ങിയ ഉൾപ്പെടുന്ന ജിയോ ഇൻഫർമാറ്റിക്സ് എന്ന ശാസ്ത്രശാഖയിൽ നിരവധി കോഴ്സുകൾ, പരിശീലന പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരം കോഴ്സുകളിലും പരിശീലന പരിപാടികളിലും ഭാഗമാകുന്നതിന് പഠിതാക്കൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ നേടാനാകും. ഇന്ത്യയിൽ ഇത്തരം കോഴ്സുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ്, അതുപോലെ സർവേ ഓഫ് ഇന്ത്യ ഒക്കെയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ്, സർവേ ഓഫ് ഇന്ത്യ. ഓക്കെ, അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് ലോകം. മനുഷ്യൻ്റെ അടങ്ങാത്ത അന്വേഷണത്തിനും തളരാത്ത പരിശ്രമമാണ് ഈ പുരോഗതിയുടെ എല്ലാം അടിസ്ഥാനം. അതുപോലെ തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതികവിദ്യയുടെ വികാസവും ഒക്കെ മനുഷ്യജീവിതത്തെ മുമ്പത്തേക്കാളും ഏറെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരാശിയുടെ മുഴുവൻ ക്ഷേമത്തിനും ഈ സാങ്കേതികവിദ്യയിലുണ്ടാകുന്ന പുരോഗതിയെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മളും പങ്കാളിയാകണം. ഓക്കെ, നമ്മൾ നോക്കിയത് വളരെ വിശാലമായൊരു ചാപ്റ്റർ. ഒരുപാട് ചോദ്യങ്ങൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. ഒട്ടനവധി മത്സര പരീക്ഷയിൽ നിന്ന് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലും വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പഠിക്കുക, ക്ലാസ് മനസ്സിലാക്കുക, നോട്ട് എഴുതുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു SCRT ചാപ്റ്ററുമായി കാണാം. താങ്ക് യു.